കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്മ എന്നെ വിളിച്ചായിരുന്നോ? നിന്റെ അച്ഛന് ജോലി കൊടുക്കുന്നതിന് അബിയോട് നീ റെക്കമെൻഡേഷൻ ചെയ്യാൻ പോവാണോ? ആ കാര്യം അമ്മ ഇതെങ്ങനെയാ അറിഞ്ഞത്? എന്താ അറിഞ്ഞ പ്രശ്നമുണ്ടോ? ആദ്യം അത് സത്യാണോ അല്ലയോന്ന് പറ. എന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് അച്ഛൻ ആ നഴ്സറി വിറ്റിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ജീവിക്കാൻ ഇപ്പൊ ഒരു മാർഗവും ഇല്ലാതായി. അച്ഛൻ ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കുക. ഞാനാ അച്ഛനോട് പറഞ്ഞത് നമ്മുടെ ഓഫീസിലൊരു ജോലി വാങ്ങി കൊടുക്കാമെന്ന്. എന്താ പറഞ്ഞേ? നിന്റെ കല്യാണത്തോടെ നിന്റെ കുടുംബം പട്ടിണിയായെന്നാണോ പറഞ്ഞു വരുന്നേ? ഞങ്ങൾക്ക് സ്ത്രീധനം തന്നോണ്ട് നിന്റെ വീട്ടുകാര് തെരുവിലിറങ്ങേണ്ടി വന്നോ? അത്രയെങ്കിലും സ്ത്രീധനം നിങ്ങൾ തന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് ഇത്രയും വലിയ വീട്ടിലേക്ക് മരുമകളായിട്ട് വരാനൊക്കെയായിരുന്നോ? ഒന്ന് മിണ്ടാതിരിക്കട്ടെ. നോക്കു വസു, നിന്റെ അച്ഛൻ എന്തായാലും ജോലിക്ക് പോയേ പറ്റൂന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി അന്വേഷിക്കാൻ പറയേ. നമ്മുടെ ഓഫീസിൽ വേണ്ട. നമ്മുടെ ഓഫീസിലായിരുന്നെങ്കിൽ എന്റെ അച്ഛന് നല്ലതായിരിക്കും വിചാരിച്ചിട്ടാ. ആഹാ, അപ്പോ നിന്റെ അച്ഛൻ കഷ്ടപ്പെടാൻ പാടില്ല എന്നർത്ഥം. വെറുതെ ഇരുന്ന് കാശ് സമ്പാദിക്കണം എന്നല്ലേ? കല്യാണം കഴിച്ചിട്ട് നീ വന്നു, നിന്നോടൊപ്പം ചേർന്ന് നിന്റെ മകനും വന്നു. ഇപ്പൊ ജോലി എന്നൊരു കാരണം പറഞ്ഞ് നിന്റെ അച്ഛനും അമ്മയും എല്ലാരും ഈ വീട്ടിൽ അങ്ങ് പൊറുതി തുടങ്ങാന്ന് വിചാരിച്ചോ? എല്ലാരും വന്നടിയാൻ ഇതെന്താ സത്രമാണെന്ന് വിചാരിച്ചോ? എന്റെ അച്ഛനും അമ്മയും ഇവിടേക്ക് എന്തിനാ വരുന്ന ഇളയമ്മേ? അവർക്ക് വീടുണ്ടല്ലോ. അച്ഛൻ നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞേ. വേണ്ട വസു, അവര് നമ്മുടെ ബന്ധുവാ. അങ്ങനെ ഒരാൾ ഇവിടെ ജോലി ചെയ്യുന്നത് നമ്മുടെ അന്തസ്സിന് യോജിച്ചതല്ല. അവർക്കും അത് നല്ലതായിരിക്കില്ല. അതിന് അദ്ദേഹത്തിന് എന്ത് മര്യാദയുള്ളത്? ഉണ്ടായിരുന്നെങ്കിൽ കെട്ടിച്ചയച്ച വീട്ടിലെ പെണ്ണിനോട് ഫോൺ ചെയ്ത് ജോലി തരണമെന്ന് ആരെങ്കിലും ചോദിക്കോ? എന്റെ അച്ഛൻ ചോദിച്ചതല്ലേ ഇളയമ്മേ, ഞാൻ തന്നെ പറഞ്ഞതാ. നീ പറഞ്ഞോ നിന്റെ അച്ഛൻ ചോദിച്ചോ എന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ ഓഫീസില് നിന്റെ അച്ഛൻ വന്ന് ജോലി ചെയ്യുന്നത് ഏട്ടത്തിക്ക് ഇഷ്ടേ അല്ല. അതുകൊണ്ട് അബിയോട് ചോദിക്കണ്ട. എന്തോ ഒന്നും മിണ്ടാത്തെ? അബിയോട് നിന്റെ അച്ഛന്റെ കാര്യം പറയില്ലെന്ന് പറ. നിന്റെ അച്ഛൻ മരുമകന്റെ വീട്ടിലേക്ക് വിരുന്നുകാരനായിട്ട് വേണം വരാൻ, മരുമകന്റെ ഓഫീസിലെ ജോലിക്കാരനായിട്ടല്ല. എത്ര കഷ്ടത വന്നാലും സ്വന്തം അഭിമാനം നമ്മൾ കാത്തു സൂക്ഷിക്കണം. മരുമകന്റെ കീഴിൽ ജോലി ചെയ്യുന്നത് നിന്റെ അച്ഛന് ഒരു പ്രശ്നമായിട്ട് തോന്നില്ലായിരിക്കാം. പക്ഷേ ഭാര്യയുടെ അച്ഛന് ഓഫീസിൽ ജോലി കൊടുത്തുന്ന് പുറത്തുള്ള 4 പേരറിഞ്ഞാ അബിയുടെ അഭിമാനം നഷ്ടപ്പെടും. അച്ഛന്റെ കഷ്ടത തീർക്കാൻ വേണ്ടി നീ ഭർത്താവിന്റെ അന്തസ്സ് കളയരുത്.
അബി ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. ആ ശരി അമ്മ, ഏട്ടനോട് ഞാൻ പറയില്ല. ഇപ്പൊ എങ്ങനെയൊക്കെ പറയും, എന്നാ അഭി വന്നതിന് ശേഷം പറയേണ്ടതെല്ലാം അങ്ങ് പറയും. പറയില്ലേ അമ്മ? ഹും, നിന്റെ മകന്റെ ദത്ത് വിഷയത്തിൽ നീ എല്ലാം പറഞ്ഞതല്ലേ. നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. മകനെ കൊണ്ട് സത്യം ചെയ്. സത്യമായിട്ടും ഞാൻ പറയില്ല ഏട്ടനോട്. ഏട്ടത്തി എന്താ അവളോട് ഇത്ര അലിവോടെ സംസാരിച്ചേ? ആർക്ക് എപ്പോ എന്ത് കഷ്ടതയാ വരികന്ന് ആർക്കും പറയാൻ പറ്റില്ല. എങ്ങനെയുള്ള അവസ്ഥ വന്നാലും നമ്മൾ തരം താഴാൻ പാടില്ലല്ലോ. മാതാപിതാക്കളെപ്പറ്റി മക്കൾ ആലോചിക്കുക എന്നുള്ളത് സാധാരണ. പ്രസവിച്ച് വളർത്തിയതല്ലെങ്കിലും സ്വന്തം അച്ഛനും അമ്മയായിരിക്കുന്ന അവർക്ക് വേണ്ടി വസു ഇപ്പോഴും കരുതൽ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ വേറൊന്നും പറയാൻ പറ്റില്ല എനിക്ക്. സോറി അച്ഛാ, എനിക്കൊരു പുതിയ ജീവിതം തന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ജോലി പോലും തരപ്പെടുത്താൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ഞാൻ കാരണം കഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ഒരു സഹായം ചെയ്തു തരാൻ പറ്റാത്ത അവസ്ഥയാ. അച്ഛൻ എന്നോട് ക്ഷമിക്കും, എന്നോട് ക്ഷമിക്കും. അവൾ എങ്ങനെ പാവം പോലെ കാണല്ലേ എടുത്തി? അവള് ചെയ്ത തെറ്റൊക്കെ അതിനുള്ളിൽ എടുത്തി അങ്ങ് മറന്നോ? ഇപ്പൊ പോലും അവളുടെ അച്ഛന്റെ വിഷയത്തിൽ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തതല്ലാതെ ഏട്ടത്തിയോട് ഒരു വാക്കെങ്കിലും പറഞ്ഞോ? ആ മര്യാദ അവള് കാണിക്കണ്ടേ? പാമ്പിന് എത്ര പാല് കൊടുത്താലും അത് വിഷമേ ചീറ്റു. ഏട്ടത്തി വസുവിനെ പാവമായിട്ട് കണ്ടാലും അവൾ ഏട്ടത്തിക്ക് ഒരു മര്യാദയും തരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഏട്ടത്തി കണ്ടോ, അവൾ ഉറപ്പായിട്ട് അബിയോട് പറഞ്ഞ് അവളുടെ അച്ഛന് ജോലി വാങ്ങിക്കൊടുക്കും. അത് ഞാൻ നോക്കിക്കോളാം. ഞാൻ ആരാണെന്ന് അവക്ക് അപ്പ കാണിച്ചു കൊടുക്കാം. ദയ കാണിച്ച ഇതേ മനസ്സ് തന്നെ ദേഷ്യം എങ്ങനെ കാണിക്കുമെന്നും അവൾ അറിയും. ഏട്ടത്തി ഇങ്ങനെ വിചാരിക്കുന്നു, പക്ഷേ അവളെ ഏട്ടത്തിയുടെ വാക്ക് കേൾക്കാൻ പോകുന്നില്ലല്ലോ. ദത്തെടുക്കണ്ടെന്ന് പറഞ്ഞു, എന്നിട്ടെന്തായി? അത് നടന്നില്ലേ? അതിനു മുന്നേ ഉണ്ണിയെ വേണ്ടാന്ന് പറഞ്ഞു, എന്നിട്ടെന്ത് പറ്റി? അതും വന്ന് കേറി. ഇത്രയും നാൾ സംഭവിച്ചതൊക്കെ വേറെ, ഇനി സംഭവിക്കാൻ പോകുന്നതും വേറെ. ആ മൂർത്തിയെ ഒരു ബന്ധുവായി ഈ വീട്ടിൽ കയറ്റുന്നതല്ലാതെ ഒരു ജോലിക്കാരനായി നമ്മുടെ ഓഫീസിൽ കാലുകുത്താൻ അനുവദിക്കില്ല. ആ വാസു എന്തായാലും പറഞ്ഞ വാക്ക് പാലിക്കാൻ പോകുന്നില്ല. ഏട്ടത്തെങ്കിലും അത് പാലിക്കണേ. വാ കാർത്തികേ, വാ വാ വാ.
വസുവിന് കൊടുത്തത് എങ്ങനെണ്ടടി? ഞാൻ കൊടുത്ത പണിക്ക് അവള് നിന്ന് കരഞ്ഞു. അമ്മയെ അവിടെ കണ്ണു കലങ്ങിയാ നിന്നത്. അതിനു വേണ്ടി അല്ലേടി ഞാൻ അവസാനം തീയിൽ എണ്ണ കോരി ഒഴിച്ചത്. നാളെ ആ മൂർത്തിക്ക് അഭി ജോലി കൊടുത്താ ആ വസുവിന്റെ ഗതി അതോ ഗതി. മൊത്തത്തിൽ വസുവേട്ടത്തെ നല്ലതുപോലെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. അതാടി എന്റെ ആഹാരം കടിച്ച് വിഴുങ്ങി കളഞ്ഞു. ഇപ്പൊ എന്റെ വയറ് നിറഞ്ഞു. ഹായ് ചേച്ചി. ഹായ് ഏഞ്ചൽസ്, എന്റെ ചെല്ല കുട്ടികൾ. ഹലോ ചേച്ചി. ഹലോ ചേച്ചി, എന്റെ ഡ്രോയിങ് എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോ എന്റെ ഡ്രോയിങ് ഇതും സൂപ്പറാ. ചേച്ചി, എന്റെ ഡ്രോയിങ് എങ്ങനെയുണ്ട്? ഓക്കേ. ചേച്ചി, ചേച്ചിക്ക് ഡ്രോയിങ് അറിയാമോ? അറിയില്ല. അതെന്താ? ചേച്ചിയുടെ മിസ് ഒന്നും പഠിപ്പിച്ചില്ലേ? എന്റെ സബ്ജക്ട്സ് വേറെയാ. അപ്പൊ ചേച്ചി എന്താ പഠിക്കുന്നത്? നീ എന്തിനാ അറിയുന്നേ? നിനക്കും നിന്റെ അമ്മയ്ക്കും എല്ലാ കാര്യങ്ങളും അറിയണോ? ഉണ്ണിയോട് അങ്ങനെയൊന്നും പറയില്ലേ ചേച്ചി. ഞങ്ങൾ ചേച്ചിക്ക് ഡ്രോയിങ് പഠിപ്പിച്ചേരട്ടെ. നമുക്ക് ഈ ഡ്രോയിങ്സ് ഒക്കെ പിന്നെ വരയ്ക്കാം. ഇപ്പൊ എന്തെങ്കിലും ഗെയിം കളിച്ചാലോ? ഓക്കെ ചേച്ചി, കളിക്കാം. ഹലോ, നീ ഡ്രോയിങ് വരയ്ക്ക്, ഞങ്ങൾ കളിച്ചോളാം. ഞങ്ങൾ ഉണ്ണിയോടൊപ്പം കളിച്ചോളാം ചേച്ചി. ശരി, എന്ത് ഗെയിം കളിക്കാം? കള്ളനും പോലീസും. ഓക്കെ, ഞാൻ പോലീസും നിങ്ങൾ കള്ളന്മാരും. ഞാൻ കണ്ണുപൊത്തി 5 സെക്കൻഡ്സ് എണ്ണും. വേഗം പോയി ഒളിക്കണം. 1 2 3 4 5 നിങ്ങളെല്ലാവരും ഒളിച്ചല്ലോ. ഞാനിപ്പോ വരുവേ. എല്ലാവരും എവിടെ ഒളിച്ചിരിക്കുക? കീർത്തി കണ്ടുപിടിച്ച്. കീർത്തി ഔട്ട്. പോ ചേച്ചി, ആദ്യം എന്നെ തന്നെ ഔട്ടാക്കുവാണോ? ശരി, അനു എവിടെ പോയി? അടുത്തത് അനു ആണോ? ഉണ്ണിയെ എന്താ ചേച്ചിക്ക് പിടിക്കാൻ പറ്റില്ലേ? ഉണ്ണിയെ പെട്ടെന്ന് കിട്ടില്ല. അങ്ങനെയാണോ? അനു, അമ്മേ. അയ്യോ അനു, അനു, അനു എന്ത് പറ്റി? അനു എന്ത് പറ്റി? അനു,
ഡാ, നിനക്ക് വിവരമുണ്ടോ? അനുവിനെ തള്ളിയിടുവാണോ? ഞാൻ തള്ളിയിട്ടതല്ല ചേച്ചി, അവള് തന്നെ വീണതാ. ഷട്ടപ്പ്. എന്നോട് കള്ളം പറയുന്നോ? സത്യമായിട്ടും ചേച്ചി, വേണമെങ്കിൽ ചേച്ചി അനുവിനോട് ചോദിച്ചു നോക്ക്. അതിന്റെ ആവശ്യമില്ല. നീയാ തള്ളിയിട്ടത്. നീയും നിന്റെ അമ്മയും രണ്ടുപേരും കണക്കാ. കൂടെയുള്ളവരെ എപ്പോഴും ഹേർട്ട് ചെയ്തോണ്ടിരിക്കും. എന്നെ ചേച്ചി എന്ത് വേണോ പറഞ്ഞോ, പക്ഷെ എന്റെ അമ്മ മാത്രം ഒന്നും പറയരുത്. ഈ പറച്ചിലൊന്നും ഒരു കുറവുമില്ല. ഞാൻ നിന്നെയും പറയും, നിന്റെ അമ്മയും പറയും. എനിക്കാരെയും പേടിയില്ല. അനു, നിനക്ക് എവിടെയും ഇടി കിട്ടിയോ? വേദനയുണ്ടോ? ഇല്ല ചേച്ചി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഐ എം ഫൈൻ. ഇനി ഈ കള്ളനും പോലീസും കളിയൊന്നും വേണ്ട. എന്റെ ഫോണില് വീഡിയോ ഗെയിം കളിക്കാം. വാ. ചേച്ചി പറഞ്ഞത് നിനക്ക് ഫീലായോ ഉണ്ണി? ഇല്ല കീർത്തി, അത് നമ്മുടെ ചേച്ചിയല്ലേ. നീ അനുവിനെ തള്ളിയിട്ടിട്ടേ ഇല്ല. അവള് തനിയെ തെന്നി വീണതാ. ഇതിൽ നിന്റെ തെറ്റൊന്നുമില്ല. താങ്ക് യു കീർത്തി. നമുക്ക് രണ്ടുപേർക്കും ഡ്രോയിങ് ചെയ്യാമോ? ഓക്കെ കീർത്തി, വാ പോവാം. നിങ്ങളെ കൊണ്ട് കഴിയാത്ത അത്രയും തുക സ്ത്രീധനം നൽകാൻ വേണ്ടി നമ്മുടെ നഴ്സറി പോലും വിറ്റു എന്നുള്ള കാര്യം അറിഞ്ഞപ്പോ അത് സഹിക്കാൻ പറ്റാതെ നിങ്ങളെ വഴക്ക് പറഞ്ഞ്. നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയെ കുറിച്ച് എനിക്ക് ഓർക്കാനേ പറ്റുന്നില്ല. എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുക മോളെ. നിന്റെ അച്ഛൻ എന്തായാലും ജോലിക്ക് പോയേ പറ്റൂന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി അന്വേഷിക്കാൻ പറയേ. നമ്മുടെ ഓഫീസിൽ വേണ്ട. എന്റെ കല്യാണത്തിനുള്ള സ്ത്രീധനവും മറ്റു ചെലവുകൾക്കും വേണ്ടി അവരുടെ ഉപജീവന മാർഗമായ നഴ്സറി വരെ വിറ്റു. അവർക്ക് സ്വന്തമായുള്ളതെല്ലാം എനിക്ക് വേണ്ടി തന്നു. അച്ഛന്റെ അമ്മയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് പോലും അറിയില്ല. എത്ര കഷ്ടപ്പാടായിരിക്കും. ജോലി അന്വേഷിച്ച് നടക്കുവാണെന്ന് എന്നെ വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എന്റെ ഫോൺ കോൾ പ്രതീക്ഷിച്ച് അച്ഛൻ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ഒരു വിധത്തിൽ സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഏട്ടൻ വന്നോ? പോയി ഫ്രഷ് ആയിട്ട് വരൂ. എന്താ താൻ വല്ലാതിരിക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഞാൻ നന്നായിട്ടല്ലേ ഇരിക്കുന്നേ. തന്റെ ചുണ്ടിൽ മാത്രമേ ചിരി കാണുന്നുള്ളൂ, പക്ഷെ തന്റെ കണ്ണുകൾ കരയാണ്. എന്നുവെച്ചാ ഞാൻ കരയുന്നത് ഏട്ടൻ കണ്ടു കാണോ? ഞാൻ കണ്ടു. ഞാൻ റൂമിലേക്ക് കയറി വന്നപ്പോ താൻ കണ്ണു തുടച്ചോണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അത് പിന്നെ കണ്ണിലെ പൊടി പോയതാ ഏട്ടാ. കാര്യം എന്താന്ന് പറയും. ഇപ്പൊ ഏട്ടൻ എന്നെ ഒരുപാട് സംശയിക്കോ? ഇപ്പോഴൊക്കെ താനും എന്നോട് ഒരുപാട് കാര്യങ്ങൾ മറക്കുന്നുണ്ട്. ഞാൻ എന്തു മറച്ചു ഏട്ടൻ പറയുന്നേ? ആഭരണത്തിന്റെ കാര്യം മറച്ചില്ലേ? അത് മാത്രല്ലേ ഉള്ളൂ. അതിനു മുമ്പോ ഭാസ്കരേട്ടന്റെ ഈവന്റ് കാര്യം മറച്ചില്ലായിരുന്നു? അതല്ലാതെ വേറെന്ത് കാര്യമുള്ളതെന്ന് പറയാൻ പറ്റുമോ ഏട്ടന്? ഇപ്പൊ എന്താ മറച്ചു വെച്ചിരിക്കുന്നു പറ.